പ്രവീൺ പുരുഷോത്തമൻ, ശക്തമായ മഴ എല്ലായിടത്തും തുടരുന്നു. പത്തനംതിട്ടയിൽ നിന്നും എവിടെയൊക്കെയാണ് നാശനഷ്ടം റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ളത്? പത്തനംതിട്ട ജില്ലയിൽ മഴക്കെടുതികൾ തുടരുകയാണ്. മൂഴിയാർ ഡാമിന്റെ ഒരു ഷട്ടർ 5 സെന്റിമീറ്റർ ഉയർത്തിയിട്ടുണ്ട്. കക്കാട്ടാറിന്റെ തീരത്ത് താമസിക്കുന്നവർ ജാഗ്രത പുലർത്തണമെന്ന് ജില്ലാ ഭരണകൂടം അറിയിച്ചിട്ടുണ്ട്. ഞാനിപ്പോൾ നിൽക്കുന്നത് കുളനട ഗ്രാമപഞ്ചായത്തിലെ 8ാം വാർഡിലാണ്. ഇവിടെ കഴിഞ്ഞ ദിവസം പെയ്ത ശക്തമായ മഴയിൽ വീടിന്റെ സംരക്ഷണ ഭിത്തി ഇടിഞ്ഞതാണോ ഇപ്പോൾ നമുക്ക് കാണാൻ സാധിക്കും. വളരെയധികം അപകടകരമായിട്ടുള്ള ഒരു സ്ഥിതിയിലാണ് ഈ വീട് നിൽക്കുന്നത്. ഇതിന് തൊട്ടു താഴെ നിർമ്മാണത്തിലിരിക്കുന്ന മറ്റൊരു വീട് കൂടി കാണാൻ സാധിക്കും. അത് ഈ വീട്ടിലെ അമ്മയുടെ മകൻ പുതുതായി നിർമ്മിക്കുന്ന വീടായിരുന്നു. ഇങ്ങനെ മണ്ണ് ഇടിഞ്ഞ് താഴോട്ട് വീണത് മൂലം 2 വീടുകൾക്കാണ് ഇപ്പോൾ ഭീഷണി ആയിരിക്കുന്നത്. ഈ വീട്ടുകാരും ഇപ്പോൾ ഭയത്തിൽ തന്നെയാണ്. ഇനിയിപ്പോൾ എന്താണ് ഒരു മാർഗ്ഗം ഇനി? സാറേ, കഴിഞ്ഞ പ്രാവശ്യം മഴയ്ക്കായിരിക്കും ഇങ്ങനെ വീണ് ഞങ്ങളെ കൊണ്ട് യാതൊരു നിവൃത്തിയില്ല. ഇപ്പോൾ കുഞ്ഞുങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ വീടിന്റെ ഉമ്മറത്ത് തന്നെ വിള്ളൽ കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ ഇനിയും ഇടിയാനുള്ള സാധ്യത ഉണ്ടെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? അതുകൊണ്ട് അവിടെ ഇടിയും ഇതുപോലെ കിടക്കുമായിരുന്നു. ഇവിടെ അവിടെ ഇനി ഇടിയും. ഇനി പ്ലാസ്റ്റിക് അതിനാ ഇങ്ങനെ ഇട്ടേക്കുന്ന ഇടിയായിരിക്കാൻ എന്തോ ചെയ്യാൻ ഇതിനും അതും. ഇപ്പോൾ ഈ വീട് സർക്കാർ പണം ഉപയോഗിച്ചാണ് അല്ലേ, സർക്കാർ ഫണ്ട് ഉപയോഗിച്ചാണ് ചെയ്യുന്നത്. ഇനിയിപ്പോൾ എങ്ങനെയാണ് ഇത് സംരക്ഷണം കിട്ടി കേട്ടാൽ നമുക്ക് അതിനകത്തൊന്നും ചെയ്യാനൊക്കത്തില്ലല്ലോ. അതിന് ഇനിയും ലക്ഷങ്ങൾ മുടക്കേണ്ടി വരും. എങ്ങനെ 2-3 ലക്ഷം രൂപ മുടക്കേണ്ടി വരും. ഏതായാലും ഈ വീട്ടുകാർ വലിയ പ്രതിസന്ധിയിൽ തന്നെയാണ്. നമുക്ക് ആ ദൃശ്യത്തിൽ കാണാൻ സാധിക്കും. വീടിനോട് ചേർന്ന് അടുത്ത് തന്നെ മുറ്റത്തേക്ക് കാലെടുത്ത് വെക്കുന്ന ഭാഗത്താണ് മണ്ണിടിഞ്ഞ് താഴേക്ക് വീണിട്ടിരിക്കുന്നത്. കല്ലും മണ്ണുമൊക്കെ ഇടിഞ്ഞ അവസ്ഥയിൽ തന്നെയാണ്. ആ വീടിനും അത് ഭീഷണിയായിരിക്കുകയാണ്. ഏതായാലും ഇനിയിപ്പോൾ വരും മണിക്കൂറുകളിലും മഴ ശക്തിപ്പെട്ടു കഴിഞ്ഞാൽ ഈ മണ്ണ് കൂടുതലായി ഇടിഞ്ഞ് വീടിന് എന്തെങ്കിലും അപകടം വീണ്ടും സംഭവിക്കുമോ എന്ന ആശങ്കയിലാണ് ഈ വീട്ടുകാർ കഴിയുന്നത്. വീഡിയോ ജേർണലിസ്റ്റ് അജി കൊടുമണ്ണൊപ്പം റിപ്പോർട്ടർ പ്രവീൺ പുരുഷോത്തമൻ, ഇൻ റിപ്പോർട്ടർ. പത്തനംതിട്ടയിലെ കാഴ്ച